തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എ.പി. നസീമ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങൾക്ക് ഈ ഒരു ഭരണസമിതിയുടെ അഭിമാന നേട്ടമായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ MLA സ്വന്തം നിലയ്ക്ക് സഹായിക്കുന്നു. ഇനി സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഫണ്ട് തന്ന് സഹായിക്കുന്നുവെങ്കിൽ നല്ല കാര്യം. നഗരസഭാ കൗൺസിലിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ തിരൂരിലെ ഏറ്റവും പ്രസിദ്ധമായ രാജീവ് ഗാന്ധി സ്മാരക സ്റ്റേഡിയം അത് ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്റ്റേഡിയമാക്കി മാറ്റണം. ആ രംഗത്തുള്ള എല്ലാവരുടെ സഹായ സഹകരണം ഒരിക്കലും. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, ഒരുപാട് നാളായിട്ട് എല്ലാവരുടെയും ഒരു ആശങ്കയാണ് നഗരസഭ രാജീവ് ഗാന്ധി സ്റ്റേഡിയം എന്ന് നവീകരിക്കും, എങ്ങനെ നവീകരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ ഒരു അറുതി വന്നിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 15 ചൊവ്വാഴ്ച 10 മണിക്ക് ബഹുമാന്യനായ MLA അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാമെന്നും കൂടി കരുതിയിട്ടാണ് പ്രധാനമായിട്ടും ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടുകാർ, കായിക പ്രേമികളായിട്ടുള്ള തിരൂരുകാർ ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഇനി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നഗരസഭ 1,10,00,000 രൂപ ചെലവഴിച്ച് അതിൻ്റെ പുല്ല് മാറ്റി നാച്ചുറൽ ഗ്രാസ് തന്നെ വിരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ടെൻഡർ കഴിഞ്ഞു, എഗ്രിമെൻറ്റ് വെച്ചു. അതിൻ്റെ വർക്ക് ഉദ്ഘാടനമാണ് 15-ാം തീയതി നടക്കുന്നത്. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ MLA 2 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ഫണ്ട് തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് അതിൻ്റെ സിന്തറ്റിക് ട്രാക്ക് നവീകരണം നടത്തുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മളുടെ സ്റ്റേഡിയത്തിന് ഫെൻസിങ് ചെയ്യുന്നുണ്ട്. കുടിവെള്ള സൗകര്യവും ടോയ്ലറ്റ് സൗകര്യവും ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കിണർ നിർമ്മാണത്തിന് ക്യാഷ് വെച്ചിട്ടുണ്ട്. 20 ലക്ഷം രൂപ കിണർ നിർമ്മാണത്തിന് വേണ്ടി വകയിരുത്തി ടെൻഡറാക്കിയിട്ടുണ്ട്. 30 ലക്ഷം രൂപ ചിലവഴിച്ച്, നമുക്കറിയാം നമ്മളുടെ ട്രെഞ്ച് ഗ്രൗണ്ട് പഴയ കാലത്ത് നമ്മളുടെ സ്റ്റേഡിയം പഴയ കാലത്ത് പിന്നെ അതിര് കെട്ടാത്തൊരു സാഹചര്യം കൊണ്ട് കുറേ പുഴയിലേക്ക് പോയൊരു സാഹചര്യമുണ്ട്, പുഴയിലേക്ക് കയറിയ. അത് കാരണം ഇപ്പോൾ സർവേ ഒക്കെ നടത്തി പുഴയോരം കെട്ടുന്നതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ടെൻഡർ ചെയ്തു, എഗ്രിമെൻറ്റ് വെക്കാൻ നിൽക്കുകയാണ്. അതും കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. 30 ലക്ഷം രൂപ ചെലവിൽ പുഴയോരം സൈഡ് കെട്ടുന്നതോടുകൂടി ആ ഭാഗം കൂടി വളരെ മനോഹരമാക്കി ജനങ്ങൾക്ക് ഈ ഒരു ഭരണസമിതിയുടെ അഭിമാന നേട്ടമായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. കാലത്ത് തന്നെ സ്റ്റേഡിയത്തിൻ്റെ സംരക്ഷണവും നവീകരണവും നടത്തുക എന്നുള്ളത് ചെയർപേഴ്സൻ്റെയും ഭരണസമിതിയുടെയും മുഴുവൻ കൗൺസിൽ അംഗങ്ങളുടെയും തിരൂരിലെ സ്പോർട്സ് പ്രേമികളുടെയും ഒക്കെ വികാരമാണ്. അതിനനുസരിച്ചാണ് നമ്മൾ നഗരസഭയും പ്രിയങ്കരനായ MLAയും ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഫണ്ട് തരികയും ഇതിൻ്റെ കാര്യങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ പ്രവൃത്തികളും പ്രവൃത്തി പദത്തിലെത്തിയിരിക്കുന്നു. കരാർ നടപടികൾ പൂർത്തീകരിച്ച് എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. പ്രവൃത്തി ഉദ്ഘാടനം 15-ാം തീയതി നടക്കുന്നതോടുകൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി നടക്കും. അത് കായിക പ്രേമികൾക്കും നമുക്ക് രാജ്യാന്തര നിലവാരമുള്ള ഫുട്ബോളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വരാൻ സ്റ്റേഡിയം സന്നദ്ധമായിരിക്കുന്നു. നമ്മുടെ ടോയ്ലറ്റ് സൗകര്യം സജ്ജമായി, കഫ്റ്റേരിയ മറ്റു കാര്യങ്ങളൊക്കെ കാലങ്ങളായി നടക്കാതിരുന്നതൊക്കെ സാധ്യമാക്കുന്ന ഒരു കൗൺസിലാണിത്. നഗരസഭ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഒരു വർക്കും നടക്കാതെ നമ്മുടെ സ്റ്റേഡിയം നശിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നഗരസഭാ കൗൺസിൽ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് ജനങ്ങളുടെ പ്രത്യേക അഭിലാഷം മാനിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ജനങ്ങളുടെ പൂർണ്ണമായ സഹായ സഹകരണം വേണം. ഈ പ്രവൃത്തി നടക്കുന്ന സന്ദർഭത്തിലും നടന്ന് പൂർത്തിയായതിനു ശേഷം ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും തിരൂരിലെ മുഴുവൻ കായിക പ്രേമികളുടെയും മുഴുവൻ ജനാവലികളുടെയും പിന്തുണയും സഹകരണവും തിരൂർ നഗരസഭാ കൗൺസിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. IETHSS 25 വർഷങ്ങൾ മികവിൻ്റെ പാതയിൽ. വിദ്യാഭ്യാസത്തിലും ആധികാരികതയിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന IETHSS വിദ്യാർത്ഥികളെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് കൈപിടിച്ചു നടത്താൻ സമർപ്പിതമാണ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ തികഞ്ഞ അച്ചടക്കവും ആധുനിക പഠന സൗകര്യങ്ങളും മൂല്യാധിഷ്ഠിത പഠന രീതികളും സംയോജിപ്പിച്ച് മികവുറ്റ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. AI അധിഷ്ഠിത കമ്പ്യൂട്ടർ ലാബ്, സ്കൂൾ ആൻഡ് മദ്രസ സമന്വിത വിദ്യാഭ്യാസം, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സമ്പന്നമായ ലൈബ്രറി, വിശാലമായ പ്ലേ ഗ്രൗണ്ട്, ഫുട്ബോൾ ടർഫ്,
ബാഡ്മിൻ്റൺ കോർട്ട്, ക്രിക്കറ്റ് നെറ്റ്സ്, ചിൽഡ്രൻസ് പാർക്ക് ഇവയെല്ലാം IIT സ്കൂളിനെ ഒരു സവിശേഷ പഠന കേന്ദ്രമാക്കുന്നു. വ്യക്തിഗത പഠന പിന്തുണ, സ്കോളർഷിപ്പ് പരീക്ഷകൾ, കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC യൂണിറ്റുകൾ, ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ്. IIT HSS, നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക.